ഇടതു നിരീക്ഷകൻ BN ഹസ്കറിന് CPM മുന്നറിയിപ്പ്. കേരളത്തിലെ ഇടതുപക്ഷത്തിനും വിശിഷ്യ CPM-നും ഇന്നിപ്പോ നിദ്രാവ്യാധി ബാധിച്ചിരിക്കുന്നു, അകാലനര ബാധിച്ചിരിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് വെള്ളാപ്പള്ളി വിഷയത്തിൽ എനിക്ക് ഉന്നയിക്കാനുള്ളത്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ CPM കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണം എന്നുള്ളതാണ്. മനസ്സിലായില്ല. എല്ലാ കാലത്തും CPM സാമുദായിക നേതാക്കന്മാർക്കെതിരെ വാളെടുത്ത് വർത്തമാനം പറഞ്ഞ കാലഘട്ടത്തിൽ മാത്രമാണ് CPM-ന് അധികാരത്തിലെത്താൻ കഴിയും. 1996 ഒക്ടോബറിലെ തണുത്ത അവസാന ദിനങ്ങളിൽ 29 മുതൽ 31 വരെ ദിവസങ്ങളിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി AKG ഭവനിൽ കൂടുകയും അന്ന് ഒരു തിരുത്തൽ രേഖ പ്രഖ്യാപിക്കുകയുണ്ടായി. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. കേരളത്തിലെ ഇന്ത്യയിലെ പാർട്ടി അംഗങ്ങളുടെയും അതുപോലെ തന്നെ പാർട്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെയും സംബന്ധിച്ച് എന്താണ് ഒരു ഗൈഡ് ലൈൻസ് ആയിരുന്നു. ഓൺ റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഗൈഡ് ലൈൻസ് ഇപ്പോഴും CPM-ന്റെ വെബ്സൈറ്റിലുണ്ട്. ആ നിങ്ങൾ അതിര് കിടക്കുന്നു. ഗൈഡ് ലൈൻസിൽ വളരെ കൃത്യമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ അനുവർത്തിക്കേണ്ട പ്രാവർത്തിക്കേണ്ട കടമകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഞാൻ ഏറ്റു സംശയിക്കില്ല, ഞാൻ ഏറ്റു. സ്വന്തം സർക്കാർ നൽകുന്ന കാറിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കയറ്റാൻ പാടില്ല എന്ന് കൃത്യമായ നിഷ്കർഷമുണ്ട്. ഇന്ന് പോലും സഖാവ് പിണറായി വിജയൻ താൻ ചെയ്തു വെച്ച തെറ്റിനെ ന്യായീകരിക്കുന്നത് തിരുത്തുന്നതിന് പാർട്ടിക്ക് കഴിയാതെ പോയത് വല്ലാത്ത കാപഢ്യമായി പോയി എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. എന്തുകൊണ്ടെന്നാൽ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഇതുവരെ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഫ്യൂച്ചറിനെ കുറിച്ച്, ഭാവിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? ഇടതുപക്ഷം ഇത്തരം മതനേതാക്കന്മാർക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ മാത്രമേ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നിലപാടുകളിൽ വജ്രശോഭയുണ്ടാകൂ. ആ നിലപാടുകൾ ഇന്ന് ജരാനരകൾ ബാധിക്കുന്നു എന്നത് ഏറ്റവും ആപത്കരവും ഉത്കണ്ഠാകുലവും അതുപോലെ തന്നെ ഭയാനകവുമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആ തേണ്ടി RDP-യുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാം.